അഹമ്മദാബാദ് ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ രൂപീകരിച്ച ഉന്നതതല സമിതിയുടെ ആദ്യ യോഗം ഇന്ന് ചേരും. ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സമിതി ഇതുവരെയുള്ള അന്വേഷണം വിലയിരുത്തും. അപകടത്തിൽപ്പെട്ട 274 പേരുടെ മരണം സംസ്ഥാന സർക്കാർ സ്ഥിരീകരിച്ചു. അപകടത്തിൽ മരിച്ച മലയാളി രഞ്ജിത നായരുടെ DNA ഫലം ഇന്ന് പുറത്തുവന്നേക്കും. അരവിന്ദ് വിശദാംശങ്ങൾ നൽകാനായി തത്സമയം ചേരും. അരവിന്ദ്, രാജ്യം ഇപ്പോഴും ആ വിമാനാപകടത്തിന്റെ നടുക്കത്തിലാണ്. അതുമായി ബന്ധപ്പെട്ട് ഇന്നുണ്ടാകുന്ന പ്രധാന സംഭവവികാസങ്ങൾ എന്തൊക്കെയാണ്? അഹമ്മദാബാദിൽ DNA പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനോടകം തന്നെ 80 മൃതദേഹങ്ങളാണ് DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞത്. 33 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് 274 മരണസംഖ്യയെന്ന് ഗുജറാത്ത് സർക്കാർ വ്യക്തമാക്കിയത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകളും അതുപോലെ തന്നെ തിരച്ചിലുകളടക്കം നടക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ അപകടം നടന്ന ഈ BJ ഹോസ്പിറ്റലിന് മുകളിലേക്കാണ് വിമാനം പതിക്കുന്നത്. അതിന് സമീപത്തുള്ള ഒരു കെട്ടിടത്തിലാണ്. ആ കെട്ടിടത്തിന്റെ ആ മേഖല പൂർണ്ണമായും ഇപ്പോഴും പോലീസ് സീൽ ചെയ്തിട്ടുണ്ട്. NSGയുടെ ഒരു ചുമതലയിലാണ് ഈ മേഖല പൂർണ്ണമായിട്ടുമുള്ളത്. ഇവിടെ പരിശോധനകളടക്കം നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ബോയിങ്ങിന്റെയും അതുപോലെ തന്നെ വിവിധ അന്വേഷണ സംഘങ്ങൾ ഇവിടെ എത്തി തെളിവ് ശേഖരണങ്ങൾ അടക്കം നടത്തിയിരുന്നു. അതേസമയം തന്നെ ഇന്ന് കേന്ദ്രം രൂപീകരിച്ച ഉന്നതതല സമിതിയുടെ ആദ്യ യോഗം ചേരാൻ പോകുകയാണ്. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ഈ സമിതി ഇന്ന് യോഗം ചേരുന്നത്. എന്തായാലും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്നുള്ള കാര്യത്തിൽ ഇന്നൊരു വിശദീകരണവും അതുപോലെ തന്നെ അവലോകനമടക്കം ഇന്ന് നടക്കും. ഭാവിയിൽ ഇത്തരം ആവർത്തിക്കാതിരിക്കാൻ വ്യോമമേഖലയിൽ സുരക്ഷ കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഒരുപക്ഷെ ഇന്ന് നൽകിയിട്ട് ഉണ്ടാകും. നമുക്കറിയാം ഈ അപകടത്തിൽ മലയാളിക്കടക്കം ജീവൻ നഷ്ടമായത്. രഞ്ജിതയുടെ DNA ഫലം ഇന്ന് പുറത്തു വരുമെന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ രഞ്ജിതയുടെ സഹോദരൻ രതീഷ് അഹമ്മദാബാദിലുണ്ട്. 2 ദിവസം മുമ്പ് അദ്ദേഹം ഇവിടെ എത്തി DNA സാമ്പിൾ നൽകിക്കഴിഞ്ഞു. എന്തായാലും പരിശോധന കാത്ത് നിരവധി പേർ ഇവിടെ തന്നെ തുടരുന്നുണ്ട്. 274 മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ 80 മൃതദേഹങ്ങളെ തിരിച്ചറിഞ്ഞു. ആ 80 മൃതദേഹങ്ങൾ എന്ന് പറയുന്നത് 241 പേർ, വിമാനത്തിലുണ്ടായിരുന്ന 241 പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. അതിൽ 80 പേരെ തിരിച്ചറിഞ്ഞു. അതുപോലെ തന്നെ നേരത്തെ തന്നെ നിരവധി മൃതദേഹങ്ങൾ, 8ഓളം മൃതദേഹങ്ങൾ നേരിട്ട് തന്നെ തിരിച്ചറിയാനാവുന്ന 8ഓളം മൃതദേഹങ്ങൾ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. എന്തായാലും വലിയൊരു ദുരന്തം. ഇപ്പോഴും രാജ്യം അതിന്റെ ദുഃഖത്തിൽ തന്നെയാണ് തുടരുന്നത്. കൃത്യമായ അന്വേഷണം നടക്കുമെന്ന് തന്നെ കേന്ദ്ര സർക്കാരും ഗുജറാത്ത് സർക്കാരും വ്യക്തമാക്കുന്നു. പക്ഷേ അപകട കാരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ബ്ലാക്ക് ബോക്സ് പരിശോധന പൂർത്തിയായാൽ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തു വരുമെന്ന് തന്നെയാണ് വ്യോമയാന മന്ത്രി അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. ജിൽസി.